ഫിക്ഷൻ ഫാന്റസി ഉണ്ടോ? അത് പറയാൻ ധൈര്യമുണ്ടോ? ഇങ്ങനെ ഒരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലേ മാതാവേ. ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. ഞാൻ എന്റെ ഈവൻ എന്റെ സെക്ഷൽ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ അത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ പറയുന്ന ഒരു ആക്ടർ ഉണ്ടല്ലോ, ആക്ടറിന്റെ ഒപ്പം ഞാൻ ഹുക്കപ്പ് ചെയ്തിട്ടുണ്ട് പലതവണ. നിന്റെ നെഞ്ചിലും മരട് വെടിക്കിട്ട് കിടക്കണ എനിക്ക് ഇവിടെ കേൾക്കാം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പുള്ളിയുടെ അപ്പാർട്ട്മെന്റിൽ പോകുമ്പോ അപ്പൊ ബേസിക്കലി പുള്ളി കൊച്ചിയിൽ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റ്. കൃഷ്ണൻകുട്ടി ഇവൻ ചത്താവോ ഈശ്വര. എന്റെ റബ്ബേ, നീ എന്നെ കുത്തുവാള എടുപ്പിക്കല്ലേ. നല്ല ഫുള്ള് ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ എങ്കിലും കർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് പുറത്തുള്ളവർ കാണില്ല. ഫുൾ നേക്കഡ് ആയിട്ട് നിക്കണമെന്ന് പറയും. അതൊരു നമ്മൾ ഇപ്പൊ മൂവിയിലൊക്കെ കാണുന്ന ഒരു ആക്ടർ അങ്ങനെ നിൽക്കുമ്പോ നമുക്കൊരു നല്ല വൈബ്. ഭയങ്കര വെടിവെപ്പുകാരനാണ്. ആന്ന് സത്യം പറയ് ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. എന്താണത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയാം എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിൽക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് അണ്ടി മാത്രം ഇട്ട് നിൽക്കണമെന്ന് പറയും. ഗ്യാസ് എടുത്തോണ്ടല്ല കളിക്കല്ലേ. അല്ലാ പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ ഡോർ ഇറക്കുമ്പോൾ അതൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ലൊരു വൈബാണ്. ഒരു ടൈ മാത്രം ഇട്ട് നിൽക്കുക, ടൈ മാത്രം, വേറൊന്നും പാടില്ല, ടൈ മാത്രം. ഞാൻ ഒരു കാര്യം പറയാം, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. റൈഡിന് പോകും, ഇപ്പൊ പുള്ളി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മ ഇപ്പൊ വല്ല ബ്ലോ ജോബ് ചെയ്യുകയാണെങ്കിൽ ഞാനാദ്യം പേടിച്ചേ, നീ സമാധാനായിട്ടത് മൂത്രമൊഴിക്കട്ടെ. നീ ധൈര്യമായിട്ട് പെടുക്കടാ. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? ഇപ്പൊ ഞാൻ നിവീനെ പ്രപ്പോസ് ചെയ്യണം. എനിക്ക് നിവീനെ ഒന്ന് ഡേറ്റ് പോയാൽ കൊള്ളാം. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. അതൊക്കെ ഞാൻ പറയാണെന്ന് ചോദിക്കും. നിവി എന്തായിരിക്കും എന്നോട് റെസ്പോണ്ട് ചെയ്യും? ഒരുമാതിരി ദിനകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുമെന്ന്. എനിക്ക് അടിയിൽ പോയി പൂജിക്കാൻ ഒരു വിഗ്രഹം വേണം. നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ? സുവോളജി, മനഃശാസ്ത്രം, എന്ത് പണ്ടാരെങ്കിലാവട്ടെ. സുനേട്ടാ, വയറുറക്കാനുള്ള എക്സസൈസ് ആണ്. അല്ലടാ, കമ്പി വളയ്ക്കാനുള്ള എക്സസൈസ് ആണ്. എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ലോ. അതൊരു തുമ്പിക്കൈ ആവണോന്ന് മാത്രമാണ് ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. സ്വാമി, ഇത് പൊളിക്കുഞ്ഞ്